യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:6 മുതൽ 26 വരെ. ചിന്തയ്ക്കായിട്ട് 24 വാക്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രപഞ്ചം മായയാണെന്നും വാടിക്കരിയുന്ന പൂവ് പോലെ എല്ലാം നശ്വരമാണെന്നുമുള്ള ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവരാണ് അധിക പങ്കാളുകളും. തങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഉപാധിയായി ഈ തത്വശാസ്ത്രത്തെ പലരും കയ്യിലെടുക്കാറുണ്ട്. എന്നാൽ ജീവിതത്തെയും പ്രപഞ്ചത്തെയും കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാടും മനോഭാവവും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാം മായയാണെന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യങ്ങളായി കാണാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മെ എത്തിക്കും. ഒരു സന്യാസിയുടെ കഥ കേട്ടിട്ടുണ്ട്. കൗപീനധാരിയായ സ്വാമി പാലും പഴങ്ങളും മാത്രമേ കഴിക്കൂ. അതുകൊണ്ടായിരിക്കും ആളുകൾ അദ്ദേഹത്തെ ക്ഷീരസ്വാമി എന്ന് വിളിച്ചു വന്നത്. ഈ കാണുന്നതെല്ലാം മായയാണെന്ന സിദ്ധാന്തത്തെപ്പറ്റി ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മദമിളകിയ ഒരാന തളച്ചിരുന്ന ചങ്ങല പൊട്ടിച്ച് അതുവഴി വിരണ്ട് ഓടി വന്നു. ആന വരുന്ന കണ്ട ആളുകൾ നിലവിളിച്ചും കൊണ്ട് നാലുപാടും ഓടുകയാണ്. സ്വാമിയുടെ ശിഷ്യന്മാരും പ്രാണനം കൊണ്ടോടി. സർവവുമായ എന്ന സുന്ദരമായ സിദ്ധാന്തത്തിൻ്റെ വ്യക്തമായ സ്വാമിയും അവരെ അനുധാവനം ചെയ്തു. സ്വാമി ഒരു കിടങ്ങിൽ ചെന്ന് ചാടി. അതിൻ്റെ വക്കോളം ചെന്ന ആന സ്വാമിയെ കയ്യിൽ കിട്ടാത്തതിൻ്റെ അരിശത്തോടെ മറ്റൊരു വഴിക്ക് തിരിഞ്ഞോടി. ശിഷ്യന്മാർ ഓടിയെത്തി ചെളി നിറഞ്ഞ കിടങ്ങിൽ നിന്ന് സ്വാമിക്ക് കയറാൻ നിവൃത്തിയില്ലായിരുന്നു. എല്ലാം മായയാണെന്നല്ലേ സ്വാമി അങ്ങ് പറഞ്ഞത്? മദമിളകിയ ആനയും മായയാണോ? ശിഷ്യന്മാർ സ്വാമിയോട് ചോദിച്ചു. നിങ്ങൾ ആദ്യം എന്നെ ഈ വൃത്തികെട്ട കുണ്ടിൽ നിന്ന് കരയ്ക്ക് കയറ്റൂ, സ്വാമി പറഞ്ഞു. ശിഷ്യന്മാർ അദ്ദേഹത്തെ പിടിച്ച് കയറ്റി. ഞങ്ങൾ ഇനിയും അങ്ങയുടെ വാക്കുകൾ വിശ്വസിക്കുകയില്ല. മേലിൽ പാലും പഴവും ഞങ്ങൾ തരികയുമില്ല. ഞങ്ങൾ ഇനിയും അങ്ങയെ ഗട്ടർസ്വാമി എന്നേ വിളിക്കുകയുള്ളൂ. ശിഷ്യന്മാർ പറഞ്ഞു. ഭോഷന്മാരെ, ഈ ആനയും മായ തന്നെ. അത് മദമിളകി ഓടി വന്നതും ഞാൻ ഓടിയതും കിടങ്ങിൽ വീണതുമെല്ലാം മായ തന്നെ, സ്വാമി അവരോട് പറഞ്ഞു. അപ്പോൾ ബുദ്ധിയുള്ളൊരു ശിഷ്യൻ പറഞ്ഞതെന്താണെന്നോ? സ്വാമി, അങ്ങ് ആ കിടങ്ങിൽ വെച്ചാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങയെ കരയ്ക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുകയില്ലായിരുന്നു. അയാൾ വീണ്ടും സ്വാമിയെ ആ കിടങ്ങിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വാമി തൻ്റെ മായാവാദവുമായി രാത്രി മുഴുവൻ വൃത്തികെട്ട ആ കിടങ്ങിൽ കിടക്കേണ്ടി വന്നു. കുറഞ്ഞപക്ഷം ആ കിടങ്ങെങ്കിലും ഒരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കാണണം. പിറ്റേ ദിവസം ശിഷ്യന്മാർ വന്ന് സ്വാമിയെ കരയ്ക്ക് കയറ്റി. ആനയും അതിനെ പേടിച്ചുള്ള ഓട്ടവും കിടങ്ങുമെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന് സ്വാമി മനസ്സിലാക്കി. ലോകം യഥാർത്ഥമല്ല, മായയാണ് എന്ന് പറയുന്നതും ലോകം ശാശ്വതമെന്ന് പറയുന്നതും രണ്ടാണ്. ക്ഷണഭംഗുരമെന്ന് പറയുന്ന ലോകത്തെയും അതിൻ്റെ പ്രശ്നങ്ങളെയും വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി അവയെ നേരിടുന്നവർക്ക് ജീവിതത്തിൻ്റെ ശാശ്വതമായ അവസ്ഥയിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശാശ്വതമെന്ന് നാം പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ശാശ്വത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ നാശത്തിലേക്കോ നയിക്കാൻ ഉപകരിക്കുന്നവയാണ്. കഷ്ടതകളും വേദനകളും ഉണ്ടാകുമ്പോൾ അവ വെറും മായയാണെന്ന് പറഞ്ഞാൽ അത് ഇരുട്ടുകൊണ്ടുള്ള ഓട്ടയടയ്ക്കൽ മാത്രമായിരിക്കും. അവ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. നിത്യതയിലേക്ക് അഥവാ ജീവിതത്തിൻ്റെ ശാശ്വതമായ അവസ്ഥയിലേക്ക് ചവിട്ടിക്കയറാനുള്ള പടികളാണവ. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒന്നും മായയോ നശ്വരമോ അല്ല. പ്രത്യുത നശ്വരമായ അവസ്ഥയിലേക്കോ അഥവാ നിത്യവിനാശത്തിലേക്കോ നയിക്കപ്പെടുന്നതിനുള്ള ഉപകരണങ്ങളായി മനുഷ്യന് ഉപയോഗിക്കാവുന്നവ മാത്രമാണ് ദൈവം നൽകിയിരിക്കുന്നവ എല്ലാം. ഓർക്കണമേ, പ്രബോധനമല്ല പ്രവൃത്തിയാണ് പ്രധാനം. റോമർക്കെഴുതിയ ലേഖനം 9:16. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.